ബി.കെ. സുഹൈൽ കൂടി ചേരുന്നുണ്ട്. സുഹൈൽ, ലോകം കാത്തിരിക്കുന്നത് ആകാംക്ഷയോടെ കേൾക്കാനിരിക്കുന്നത് ട്രംപ് ഒരുപക്ഷെ ഇന്ന് സംസാരിച്ചേക്കാം. പക്ഷേ കേൾക്കേണ്ടത് പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്ന പ്രഖ്യാപനമാണ്. അതുണ്ടാകുമോ എന്ന ആകാംക്ഷയിൽ കൂടിയാണ് ലോകം. അതിനുള്ള സാധ്യത. ട്രംപാണ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചത് തന്റെ പശ്ചിമേഷ്യൻ സന്ദർശനത്തിൽ ഒരു വലിയ പ്രഖ്യാപനം ഉണ്ടാകും, ഒരു ബിഗ് അനൗൺസ്മെന്റ് ഉണ്ടാകും എന്നുള്ളത്. എന്തായിരിക്കും ആ ബിഗ് അനൗൺസ്മെന്റ് എന്നുള്ളതാണ് ലോകത്തിന്റെ ഒരു കാത്തിരിപ്പ്. ഫലസ്തീൻ രാഷ്ട്രമാകുമോ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ US പ്രസിഡന്റുമാരെല്ലാവരും തന്നെ ഇസ്രായേലിന് അനുകൂലമായ, സയണിസത്തിന് അനുകൂലമായുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകളാണ് എന്ന് നമുക്കറിയാം. അതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒരു നയ നിലപാടുകളിലേക്ക് പോകാൻ നിലവിലെ സാഹചര്യത്തിലും ഒരു US പ്രസിഡന്റിനും സാധിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ നിലവിൽ ട്രംപ് നെതന്യാഹുവുമായി ചില അകൽച്ചയിലാണ് എന്നുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ചില വിശകലനങ്ങൾ വരുന്നുണ്ട്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റിൽ പലതരത്തിലുള്ള, പ്രത്യേകിച്ചും ഗൾഫ് രാഷ്ട്രങ്ങളിൽ പല ബിസിനസ് പദ്ധതികളുമുണ്ട്. ആ ബിസിനസ് പദ്ധതികളും അതേപോലെ തന്നെ ഈ സയണിസ്റ്റ് പദ്ധതികളും, ഇത് രണ്ടും ഒരുമിച്ച് പോകാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ഇതിലേതെങ്കിലും ഒന്നിന് വിട്ടുവീഴ്ച ചെയ്താൽ മാത്രമേ ഒന്നിച്ചു പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നെതന്യാഹുവുമായി ഡൊണാൾഡ് ട്രംപിനുള്ള തർക്കം അവിടെ തന്നെയാണ്. ഈ യുദ്ധം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നാണ് ട്രംപ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നെതന്യാഹുവിന് ഗസയിലെ യുദ്ധം നീട്ടിക്കൊണ്ടു പോവുകയും വേണം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു പശ്ചിമേഷ്യൻ വിസിറ്റിൽ നെതന്യാഹുവിൻ്റെ ചെല്ലവീവ് അതൊരു ഡെസ്റ്റിനേഷൻ ആകാതെ മാറുന്നു ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം. അത് സമീപ ചരിത്രത്തിലെല്ലാം ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം ഏതൊരു US പ്രസിഡന്റോ അല്ലെങ്കിൽ US മന്ത്രിസഭയിലുള്ള ആളുകളോ എപ്പോഴൊക്കെ ഗൾഫ് രാഷ്ട്രങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടോ അവർ ടെല്ലവീവിൽ എത്താതെ തിരിച്ചു പോയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു വിസിറ്റിൽ അങ്ങനെ ഇല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ വിസിറ്റിൽ ഒരു ഫലസ്തീൻ രാഷ്ട്രത്തിന്റെ സ്ഥാപനത്തിന്റെ പ്രഖ്യാപനം വരെ ഉണ്ടാകുമോ എന്ന് ആളുകൾ പറയുന്നു. പക്ഷെ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഈ നെതന്യാഹുവുമായുള്ള ഭിന്നതയ്ക്കിടയിൽ കൂടിയാണല്ലോ ഈ സന്ദർശനം. അപ്പൊ നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാമോ? ഒരുപക്ഷെ അത്തരമൊരു പ്രഖ്യാപനം ഉണ്ടായാൽ പോലും, ഒരു ഫലസ്തീൻ രാഷ്ട്രത്തിന്റെ പ്രഖ്യാപനം ഉണ്ടായാൽ പോലും, പക്ഷെ അത് ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള ഘടനയിൽ ഒരു മാറ്റവും ഉണ്ടാക്കില്ല എന്നാണ് വിശകലന വിദഗ്ധർ പറയുന്നത്. കാരണം അത് ഇസ്രായേലിൻ്റെ അധിനിവേശത്തെ അംഗീകരിച്ചുകൊണ്ടായിരിക്കും, അതേപോലെ തന്നെ വെസ്റ്റ് ബാങ്കിലുള്ള കയ്യേറ്റത്തെ അംഗീകരിച്ചുകൊണ്ടായിരിക്കും, ഗസയുടെ ഉപരോധത്തെ അംഗീകരിച്ചായിരിക്കും. ഈ മൂന്നും തീർക്കുക എന്നുള്ളതാണ്. ഫലസ്തീൻ രാഷ്ട്രത്തിൻ്റെ സംസ്ഥാപനം എന്ന് പറയുന്നത് 1960കളിലെ യുദ്ധത്തിൽ ഇസ്രായേൽ അറബ് രാജ്യങ്ങളിൽ നിന്നും പിടിച്ചെടുത്തിട്ടുള്ള പ്രദേശങ്ങൾ മുഴുവൻ വിട്ടു നൽകുക എന്നുള്ളതാണ്. ഗസയും വെസ്റ്റ് ബാങ്കും കൂട്ടിച്ചേർത്തുകൊണ്ട് ഖുദ്സ് ആസ്ഥാനമായി ഒരു രാഷ്ട്രമുണ്ടാവുക എന്നുള്ളതാണ് ഫലസ്തീനികൾ ആവശ്യപ്പെടുന്നത്. ആ ആവശ്യത്തെ അംഗീകരിക്കാൻ ഒരിക്കലും നെതന്യാഹുവിൻ്റെ അല്ലെങ്കിൽ സയണിസത്തിന് വഴങ്ങിക്കൊണ്ട് ട്രംപ് തയ്യാറാവാൻ സാധ്യതയില്ല. ഇനി ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ സാധ്യതകളുള്ളത് എന്ന് പറയുന്നത് ഫലസ്തീൻ രാഷ്ട്രത്തിൻ്റെ ഒരു കേവലമായ ഒരു പ്രഖ്യാപനം മാത്രമായിരിക്കും. അവിടെ തന്നെ ഹമാസിനെ ഇല്ലാതെയാക്കണം എന്ന ഒരു ഉപാധി ഡൊണാൾഡ് ട്രംപ് വെക്കാനും സാധ്യതയുണ്ട്.